അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനവർകൾ പറയുകയാണ്, റമളാനിലെ സക്കാത്തിൻ്റെ മുതൽ സൂക്ഷിക്കുവാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ ചുമതലപ്പെടുത്തി. ഒരു ദിവസം രാത്രി കാവൽ നിൽക്കുന്ന സമയത്ത് സക്കാത്തിൻ്റെ മുതൽ ഒരാൾ കട്ടെടുക്കുന്നതായി ഞാൻ കണ്ടു. ഞാൻ അയാളെ പിടിച്ചു. അല്ലാഹുവാണ് സത്യം, ഞാൻ നിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുപോകും. അപ്പോൾ വന്ന അയാൾ പറഞ്ഞു, ഞാൻ ഇതിന് ആവശ്യക്കാരനാണ്, എനിക്ക് കുടുംബമുണ്ട്. ഇത് കേട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ കള്ളനെ വിടുകയാണ്. പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി നീ പിടിച്ച കള്ളനെ നീ എന്താണ് ചെയ്തത്? ഞാൻ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അയാൾ എന്നോട് ആവശ്യക്കാരനാണ്, കുടുംബമുണ്ട് എന്നൊക്കെ എന്നോട് സങ്കടം പറഞ്ഞു. അങ്ങനെ എനിക്ക് കരുണ തോന്നി, ഞാൻ അവനെ വിട്ടയച്ചു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ പറഞ്ഞത് കളവാണ് എന്ന്. മാത്രമല്ല, പ്രവാചകൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അവൻ ഇനിയും വരും എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് ഞാൻ വരുമെന്ന് ഉറപ്പിച്ച് ഞാൻ അയാളെ കാത്തിരുന്നു. വീണ്ടും അയാൾ വന്നു, സക്കാത്തിൻ്റെ മുതൽ എടുത്തു. ഞാൻ അയാളെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം തീർച്ചയായും ഞാൻ നിന്നെ നബിൻ്റെ അടുത്ത് കൊണ്ടുപോകും. വീണ്ടും വന്ന കള്ളൻ പറഞ്ഞു, എന്നെ വിടണം, ഞാൻ ഇതിന് ആവശ്യക്കാരനാണ്, എനിക്ക് കുടുംബമുണ്ട്, ഞാൻ ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല. എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ കക്കാൻ വരികയില്ല, മോഷ്ടിക്കാൻ വരില്ല. അപ്പോൾ എനിക്ക് അയാളോട് കരുണ തോന്നി, വിട്ടയച്ചു. പിറ്റേ ദിവസം രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, ഇന്നലെ രാത്രി പിടികൂടിയ ആളെ നീ എന്താണ് ചെയ്തത്? ഞാൻ പറഞ്ഞു, റസൂലേ, അയാൾ എന്നോട് ആവശ്യക്കാരനാണ്, കുടുംബമുണ്ട് എന്ന് സങ്കടം പറഞ്ഞു. നബിയെ, അങ്ങനെ എനിക്ക് കരുണ തോന്നി, ഞാൻ അവനെ വിട്ടയച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ പറഞ്ഞത് കളവാണ്, അവൻ ഇനിയും വരും എന്ന്. മൂന്നാമത്തെ ദിവസം രാത്രി ഞാൻ അയാളെ കാത്തിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൂന്നാമത്തെ ദിവസം രാത്രി ഞാൻ അയാളെ കാത്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് അയാൾ വീണ്ടും വന്നു, സക്കാത്തിൻ്റെ മുതലെടുത്തു. പോകുമ്പോൾ ഞാൻ അയാളെ പിടിച്ചു. തീർച്ചയായും ഞാൻ നിന്നെ റസൂലിൻ്റെ അടുത്ത് എത്തിക്കുക തന്നെ ചെയ്യും എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നീ എന്നോട് ഓരോ പ്രാവശ്യവും പിടികൂടുമ്പോഴും ഇനി ഞാൻ വരില്ല, ഇത് അവസാനത്തേതാണ് എന്നാണ് പറഞ്ഞത്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യം അയാൾ എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഈ പ്രാവശ്യം അയാൾ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കുറച്ച് വാക്കുകൾ പഠിപ്പിക്കാം, അത് നിനക്ക് ഉപകാരം ചെയ്യും. ഞാൻ ചോദിച്ചു, എന്താണത്? വന്ന അയാൾ പറഞ്ഞു, നീ വിരിപ്പിൽ കിടക്കുന്നതിൻ്റെ മുമ്പ് ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്താൽ
പ്രഭാതം വരെ നിനക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടാകും എന്ന്. നേരം വെളുക്കുന്നത് വരെ ശൈത്താൻ നിൻ്റെ അടുത്ത് പ്രവേശിക്കുകയില്ല എന്ന് അബൂ ഹുറൈറയോട് ഈ വന്ന കള്ളൻ പറയുകയാണ്. ഇത് കേട്ട സമയത്ത് ഞാൻ അയാളെ വെറുതെ വിട്ടു. പിറ്റേ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, കഴിഞ്ഞ ദിവസം നീ അയാളെ എന്താണ് ചെയ്തത്? വീണ്ടും നബി ചോദിക്കുകയാണ്. പിറ്റേ ദിവസം നബി ചോദിച്ചു, നീ അവന് എന്താണ് ചെയ്തത്? ഞാൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, അദ്ദേഹം എനിക്ക് കുറച്ച് കലിമാത്തുകൾ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉപകാരമുള്ള വാക്കുകൾ പഠിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അയാളെ വെറുതെ വിട്ടു. അപ്പോൾ അബൂ ഹുറൈറയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ആ കലിമാത്തുകൾ? അബൂ ഹുറൈറ പറഞ്ഞു, വിരുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക, എന്നാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. നേരം വെളുക്കുന്നത് വരെ ശൈത്താൻ അടുക്കുകയില്ല എന്ന് ആ വന്ന ആൾ എന്നോട് പറഞ്ഞു നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ കള്ളനാണെങ്കിലും നിന്നോട് അവൻ സത്യം പറഞ്ഞു എന്ന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഓ അബൂ ഹുറൈറ, നിന്നോട് 3 ദിവസം സംസാരിച്ച ആൾ ആരാണെന്ന് നിനക്ക് അറിയുമോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, എനിക്ക് അറിയില്ല. അള്ളാഹുവിൻ്റെ മാണിക്കക്കല്ല് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുകയാണ്, അബൂ ഹുറൈറ, അവൻ ശൈത്വാനാണ് എന്ന്. അപ്പോൾ സഹോദരങ്ങളെ, ഇവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ആയത്തുൽ കുർസിയുടെ മഹത്വം, ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ അത് രാത്രി കിടക്കുമ്പോൾ നാം പാരായണം ചെയ്താൽ പ്രഭാതമാകുന്നതുവരെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാനും ഹദീസ് പഠിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.